ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6-man ടാഗ് ടീം മാച്ചാണ് ആദ്യം നടന്നത്. ജെയ്യൂസ് ആൻഡ് ന്യൂ ഡേ വേഴ്സസ് ഇംപീരിയം, ഇവർക്കാണ് ഈ ഒരു 6-man ടാഗ് ടീം മാച്ച് ഫസ്റ്റ് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു. രണ്ടു ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ജെയ്യൂസോ ഇറങ്ങിക്കൊണ്ട് IC ചാമ്പ്യൻ ഗന്ധറിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം മാച്ചിന്റെ അവസാനത്തിൽ ഗന്ധറിന് ഒരു സ്പിയർ എല്ലാം ചെയ്തുകൊണ്ട് റിങ്ങിൽ നിന്നും ഒഴിവാക്കും. പിന്നീട് ന്യൂ ഡേ ആൻഡ് ജെയ്യൂസോ ചേർന്നുകൊണ്ട് ജെയ്യൂസോയുടെ 1D ഫിനിഷർ ഇവര് 3 പേരും ചേർന്ന് ഒരു കോംബോ ഫിനിഷർ പോലെ ചെയ്യുന്നതായിട്ടും ശേഷം ജെയ്യൂസോ ഫ്രോഗ് / ജിയോവാനി വിഞ്ചിയെ ചെയ്ത് ഈ മാച്ചിൽ ജെയ്യൂസ് ആൻഡ് ന്യൂ ഡേ ഇവരാണ് വിൻ ചെയ്തത്. അതുപോലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി നെക്സ്റ്റ് വീക്ക് ഗുന്തർ വേഴ്സസ് ജെയ്യൂസോയ്ക്ക് IC ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എലിമിനേഷൻ ചേംബർ ക്വാളിഫിക്കേഷൻ മാച്ച് നടന്നു. ബോബി ലാഷ്ലി വേഴ്സസ് ബ്രോൺസൺ റീഡ്, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഇതും നല്ല മാച്ച് തന്നെയായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺസൺ റീഡ് ബോബി ലാഷ്ലിയെ ഫിനിഷർ ചെയ്യാൻ വേണ്ടി റോപ്പിൽ കയറുന്നതായിട്ടും എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ലാഷ്ലി ബ്രോൺസൺ റീഡിനെ റിങ്ങിലേക്ക് എടുത്തടിച്ചുകൊണ്ട് പിന്നീട് ലാഷ്ലി സ്പിയർ ചെയ്ത് ഈ മാച്ചിൽ ബോബി ലാഷ്ലിയാണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് സാമി സൈൻ നാക്കമോറ ഇവരുടെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കഴിഞ്ഞ റോ എപ്പിസോഡിൽ സാമി സൈൻ വന്ന് കോഡി റോഡ്സിനെ സേവ് ചെയ്തു ഓഫ് എയറിൽ. അതേസമയം നാക്കമോറയെ എല്ലാം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവർക്കൊരു മാച്ച് അതിന്റെ സെഗ്മെന്റ് ആണ് കാണിച്ചത്. പിന്നീട് കോഡി റോഡ്സിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. കോഡി റോഡ്സ് വന്നതിന് ശേഷം ഫാൻസുമായി സംസാരിച്ച് പിന്നീട് റോക്കുമായിട്ടുള്ള വിഷയത്തിലേക്ക് വരും. അതായത് നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, വി വാണ്ട് കോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ഫാൻസിനോട് നന്ദി പറയുന്നതായിട്ടും എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്, അത് റോക്കാണെന്നും അതുകൊണ്ടാണ് റോക്ക് തന്നെ കളിയാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറ്റ് മെക്കാഫി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഫുട്ടേജും കാണിച്ചു തരും. അതിലും റോക്ക് വളരെ മോശമായിട്ട് കോഡി റോഡ്സിനെ കളിയാക്കുന്നുണ്ട്. പിന്നീട് കോഡി റോമനുമായിട്ടുള്ള മാച്ചിനെ പറ്റി പറഞ്ഞ് തന്റെ സ്റ്റോറി ഫിനിഷ് ചെയ്ത് റോമന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്യുമെന്നും അതുപോലെ തന്നെ റസൽമേനിയ പ്രസ് കോൺഫറൻസിൽ കോഡി റോഡ്സിനെ റോക്ക് അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയും അതിന് കോഡി റോഡ്സ് റോക്കിന്റെ ഫേസിൽ തന്നെ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ റോക്കിനെ താൻ തിരിച്ചടിക്കും എന്ന ലെവലിൽ ഈ സെഗ്മെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ സെത്ത് റോളൻസ് ആണ് വന്നത്. വന്നതിന് ശേഷം സെത്ത് പറയുന്നത്, നീ എന്റെ കൂടെ മാച്ച് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ തിരഞ്ഞെടുത്തത് റോമനെയാണ്. എന്തായാലും നീ നിന്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ നിന്റെ അച്ഛന് വേണ്ടി മാത്രമല്ല, എനിക്കും ഇവിടെയുള്ള എല്ലാ ഫാൻസിനും വേണ്ടി നീ നിന്റെ സ്റ്റോറി എന്തായാലും ഫിനിഷ് ചെയ്തേ പറ്റൂ. പിന്നെ റോമനോ റോക്കൊക്കെ എപ്പോഴും വലിയ പവറുള്ള ആളുകളാണ്, അവരൊക്കെ ആ ഒരു ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നും അതുകൊണ്ട് തനിക്ക് അവരെ ഒന്നും വലിയ താല്പര്യമില്ല എന്നൊക്കെ സെത്ത് റോളൻസ് പറയുന്നുണ്ട്. പിന്നീട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഈ സെഗ്മെന്റിൽ സെത്ത് വന്നതിന്റെ ഉദ്ദേശം പറയും. അതായത് കഴിഞ്ഞ റസൽമേനിയയിൽ നിന്നെ സോളോ സിക്കാവ, പോൾ ഹെയ്മൻ, ജിമ്മി ഉസോ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ചതിച്ച് റോമൻ റെയിൻസിനെ തന്നെ സ്റ്റിൽ ചാമ്പ്യനാക്കിയത്. എന്നാൽ നീ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്രാവശ്യം അവര് മാത്രമല്ല ഉള്ളത്, റോക്കും അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവരുടെ ഭാഗം തന്നെയാണ് ശക്തമായി നിൽക്കുന്നത്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം, നിനക്കിപ്പോൾ ഒരു ഫ്രണ്ടിന് ആവശ്യമാണ്, അതായത് നിന്നെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഷീൽഡ് പോലെ ഒരു ബ്രദറിന് ആവശ്യമാണ് എന്ന് സെത്ത് പറയും. അത് മറ്റാരുമല്ല താനായിരിക്കുമെന്നും താൻ റസൽമേനിയയിൽ കോഡി റോഡ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നും ബ്ലഡ് ലൈനെ എതിർത്ത് നിൽക്കുമെന്നും സെത്ത് റോളൻസ് ഈ സെഗ്മെന്റിന്റെ അവസാനം പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ച് അവിടെ നിന്നും പോകും. അപ്പോൾ സെത്താണ് കോഡിനെ സേവ് ചെയ്യാൻ പോകുന്ന റെസ്ലറായിട്ട് വരാൻ പോകുന്നത്. ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. പിന്നീട് വുമൺസിന്റെ എലിമിനേഷൻ ചേംബർ ക്വാളിഫിക്കേഷൻ മാച്ച് നടന്നു. ലിവ് മോർഗൻ വേഴ്സസ് സോയി സ്റ്റാർക്ക്. അപ്പോൾ മാച്ചിന്റെ അവസാനത്തിൽ ലിവ് മോർഗൻ തന്നെയാണ് സോയി സ്റ്റാർക്കിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബറിലേക്ക് ആഡ് ആയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡാമിൻ പ്രീസ്റ്റ് ജഡ്ജ്മെന്റ് ഡേയിൽ ആരുമല്ല R-Truth എന്നൊക്കെ R-Truthനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ JD മെക്ലാനിക്കുമായിട്ടുള്ള മാച്ചിനെ പറ്റിയും. ശേഷം മാച്ച് നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് R-Truth ഫോൺ ചെയ്തുകൊണ്ട് മിസ്സിനോട് ഫ്ലൈറ്റിൽ കയറി വരാൻ പറയുന്നത് പോലെയും കാണിച്ചിരുന്നു. പിന്നീട് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. ഈ മാച്ച് അത്യാവശ്യം ഫണ്ണി ആയിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് R-Truth എപ്പോഴത്തെയും പോലെ ജോൺ സീനയുടെ പോലെ ഫൈറ്റ് ചെയ്ത് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം JDയെ ചെയ്തു. പക്ഷെ ഡൊമിനിക് സേവ് ചെയ്ത് കൊണ്ടുപോയി. മാച്ചിന്റെ അവസാനത്തിൽ R-Truthനെ ഫിനിഷർ ചെയ്തുകൊണ്ട് JD മെക്കാനിക്കാണ് മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ജഡ്ജ്മെന്റ് ഡേ മുഴുവനായിട്ടും R-Truthനെ അറ്റാക്ക് ചെയ്തു. R-Truth തിരിച്ചടിച്ചുവെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പിന്നീട് R-Truthനെ സേവ് ചെയ്യാൻ വന്നത് ജോണി ഗർഗാനോ ടൊമോസ സിയമ്പ DIY ടീമാണ് വന്നത്. ഇവര് വന്ന് R-Truthനെ സേവ് ചെയ്തു. പിന്നീട് ബെക്കി ലഞ്ചിന്റെ സെഗ്മെന്റ് നടന്നു. എലിമിനേഷൻ ചേംബർ മാച്ചിനെ പറ്റിയെല്ലാം ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ നയ ജാക്സ് വന്നുകൊണ്ട് അല്പം ഫീലിങ്സ് ആയിട്ടെല്ലാം ഈ സെഗ്മെന്റ് കൊണ്ടുപോയി. നയ ജാക്സ് റിയ റിപ്ലിയുടെ കയ്യിൽ നിന്നും എലിമിനേഷൻ ചേംബറിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്.
ഇത് കേട്ട് റിയ റിപ്ലി അവിടെ വന്നുകൊണ്ട് നയ ജാക്സനെ റിംഗിൽ കയറി അറ്റാക്ക് ചെയ്യും. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ബെക്കി ലഞ്ചും നയ ജാക്സനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് റിയ റിപ്ലിയും ബെക്കി ലഞ്ചും ഫേസ് ടു ഫേസ് നിന്ന് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ R-Truth കാണിച്ചു DIY ടീമുമായിട്ട്. അപ്പോൾ R-Truth രക്ഷിച്ചതിൽ താങ്ക്സ് എല്ലാം പറയുന്നതായിട്ടും അപ്പോൾ DIY ടീം പറയുന്നത് മിസ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് സേവ് ചെയ്തത് എന്നാണ്. അതോടുകൂടി ഈ സെഗ്മെന്റ് അവസാനിച്ചു. വീണ്ടും എലിമിനേഷൻ ചേംബർ ക്വാളിഫിക്കേഷൻ മാച്ചാണ് നടന്നത്. LA Knight vs IWar ഇവർക്ക് തമ്മിലുള്ള മാച്ച്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ LA Knight വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് വാൽഹല്ല കയറി ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ആ ഒരു അവസരം ഉപയോഗിച്ച് IWar LA Knightനെ അറ്റാക്ക് ചെയ്ത് ഫിനിഷർ ചെയ്യാൻ നോക്കും, അതായത് മൂൺസോൾട്ട്. ശേഷം LA Knight അത് മാറി അങ്ങനെ തന്നെ BFT ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ LA Knight ആണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഈ മാച്ച് LA Knight വിൻ ചെയ്തതിൽ സന്തോഷം. എന്നാലും AJ സ്റ്റൈൽസിന്റെ ഒരു ഫെനാമിനൽ ഫോറം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. കാരണം സ്മാക്ക് ഡൗണിൽ അങ്ങനെയാണ് കാണിച്ചു വെച്ചത്. പിന്നീട് സാമി സെയിൻ, ഡ്രൂ മാക്കിൻടയർ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ സാമി സെയിന്റെ വഴി തടയരുത് എന്നുള്ള ലെവലിലാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീട് മാക്കിൻടയറും സാമി സെയിന് വഴി കൊടുത്തുകൊണ്ട് അവിടെ നിന്നും മാറി നിൽക്കും. പിന്നീട് മെയിൻ ഇവന്റായി നടന്നത് നാക്കമോറ വേഴ്സസ് സാമി സെയിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ച് അടിപൊളി മാച്ചായിരുന്നു. മാച്ചിന്റെ ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമി സെയിൻ നാക്കമോറയെ ഹെലുവ കിക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഡ്രൂ മാക്കിൻടയർ അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം സാമി സെയിനെ ഡിസ്റ്റർബ് ചെയ്യും. ആ ഒരു അവസരം ഉപയോഗിച്ച് നാക്കമോറ സാമി സെയിന്റെ കാലിൽ അറ്റാക്ക് ചെയ്ത് പിന്നീട് പിറകിൽ നിന്നും കിൻസാസ്ട്ര ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ നാക്കമോറയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ചുകൊണ്ട് സാമി സെയിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. ശേഷം കോഡി റോഡ്സ് വന്നുകൊണ്ട് സാമി സെയിനെ സേവ് ചെയ്ത് ഡ്രൂ മാക്കിൻടയറിന് കോഡി കട്ടർ കൊടുക്കും. അതുപോലെ നാക്കമോറയെ ക്രോസ് റോഡ്സ് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കോഡി റോഡ്സ് ആൻഡ് സാമി സെയിൻ ഇവരാണ് ലീഡ് ചെയ്ത് നിന്നത്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഇതൊക്കെയാണ് നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഡ്രൂ മാക്കിൻടയർ വേഴ്സസ് കോഡി റോഡ്സ് മാച്ചും ജെയ്സ് ഗന്ധർ ഇവർക്ക് IC ചാമ്പ്യൻഷിപ്പ് മാച്ചും വുമൺസിന്റെ ഒരു ബാറ്റിൽ റോയൽ മാച്ചും എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട്. അടിപൊളി റോ എപ്പിസോഡ് ആയിരിക്കും നെക്സ്റ്റ് വീക്ക്. അതുപോലെ അടുത്ത സ്മാക്ക് ഡൗണിൽ റോക്കോ റോമനൊക്കെ ഒന്നിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതും കാണാൻ മറക്കണ്ട.